നമുക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാനും സമ്മാനങ്ങൾ സ്വീകരിക്കാനും വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ നമുക്കൊരു സമ്മാനം തന്നാൽ നമ്മളെന്നും അത് ഹൃദയത്തോട് ചേർത്ത് വെക്കും. കാരണം ആ ആളും സമ്മാനവും വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക്. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സമ്മാനത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ആയിരിക്കുക. എന്താണെന്നല്ലേ, നമ്മുടെ ജീവിതമാകുന്ന സമ്മാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. ദൈവം നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് നമ്മുടെ ജീവിതം. പക്ഷേ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന സമ്മാനത്തെ വേണ്ട രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ്. ഫ്രെഡറിക് നീച്ചെ ഇങ്ങനെ എഴുതും: ഹി ഹു ഹാസ് എ റൈറ്റ് ടു ലിവ് ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനി ഹൗ. ജീവിക്കാൻ നിങ്ങൾക്കൊരു കാരണമുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കും എന്നാണ് അതിനർത്ഥം. ജീവിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിക്കാനായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകുക വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് എന്ന് ഫ്രെഡറിക് നീച്ചെ ഉറപ്പിക്കുക. ഗ്രീക്ക് ഫിലോസഫറായ സോക്രട്ടസും നേരത്തെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്: അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. വിലയിരുത്തപ്പെടാത്ത, വിചിത്ര വിധേയമാക്കാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല എന്നാണ് അർത്ഥം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിത്ര വിധേയമാക്കണ്ടേ, ഒന്ന് വിശകലന വിധേയമാക്കണ്ടേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതമാകുന്ന സമ്മാനം നമ്മൾ ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണ്ടേ? ജോർജ് ബെനറ്റ് ഷാ ഇങ്ങനെ എഴുതും: ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ് എന്ന്. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോയി കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് ജോർജ് ബെനറ്റ് ഷാ ഓർപ്പിക്കുകയാണ്. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ഒക്കെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സമ്മാനമാകുന്ന ഈ ജീവിതമുണ്ട്. എങ്ങനെയാണ് ഈ ജീവിതം ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി: ജീവിതം ലക്ഷ്യബോധത്തോടുകൂടി ദൈവം തന്ന സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഒറ്റക്കാര്യം ചെയ്യാതിരുന്നാൽ മതി. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഈ ജീവിതം ജീവിക്കാതിരിക്കുക. പ്രിയം നിറഞ്ഞവരെ, നിന്റെ ജീവിതം നിന്റെ തീരുമാനമാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.